ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം റായ്ബറേലിയും വയനാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി തുടരുകയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ എന്തായാലും വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ആനി രാജ കൂടി ചേരുകയാണ്. കോമ്രേഡ്, ഈ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിൻ്റെ ഈ ഒരു തീരുമാനത്തെ? രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കാമെങ്കിലും ആ സീറ്റുകളിലൊക്കെ വിജയിച്ചാൽ ഒരു സീറ്റ് മാത്രം നിലനിർത്തിയും ബാക്കി സീറ്റുകളിൽ നിന്ന് രാജിവെക്കേണ്ടതുണ്ട്. അത് രാജ്യത്തൊരു നിയമമാണ്. ആ നിയമം അനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റിൽ നിന്നും രാജിവെക്കാൻ തീരുമാനിച്ചു. ആ സീറ്റ് വയനാടാണെന്നും തീരുമാനിച്ചു. അത് ആ പാർട്ടി എടുക്കേണ്ട തീരുമാനം, നിയമപരമായി എടുക്കേണ്ട തീരുമാനം. പക്ഷേ ആ പാർട്ടി നിയമപരമല്ലാത്ത ഒന്ന്, നിയമത്തിൻ്റെ അനുസരിച്ചല്ലാത്ത ഒന്ന് ഏത് സീറ്റ് വേണമെന്നുള്ളത് അത് പാർട്ടി തീരുമാനിച്ചു. കോൺഗ്രസ് തീരുമാനിച്ചു വയനാട് ഉപേക്ഷിച്ചുകൊണ്ട് റായ്ബറേലിയിൽ അവിടുത്തെ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അത് ആ പാർട്ടിയുടെ തീരുമാനം. രണ്ടാമതായി ഇപ്പോൾ എന്തായാലും വയനാട്ടിലേക്ക് വരികയാണ്. യുപിയിലടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രചരണം BJPക്കെതിരെ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ വേണ്ടി എത്തുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സഖാവ് എങ്ങനെയാണത്? കോൺഗ്രസ് പാർട്ടി UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയെ വരുന്നതിൽ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി UDF പ്രഖ്യാപിച്ചതിൽ സന്തോഷമാണല്ലോ. കാരണം വെച്ചാൽ ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് നമ്പർ 1. എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ, ഇന്ത്യയുടെ ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും ഇന്ത്യയിലെ സ്ത്രീ പ്രാതിനിധ്യം പാർലമെൻറ്റിനകത്ത് കുറഞ്ഞു വരുന്ന, ഒരു ഭാഗത്ത് വിമൻ ലെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീയുടെ പേരിൽ സ്കീമുകൾ പ്രഖ്യാപിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീ സ്ഥാനാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞു വരുന്നു, അവർ വിജയിക്കുന്നതും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം. ഇന്ന് 14-ൽ നിന്ന് 13ലേക്കാണ് വളർന്നിരിക്കുന്നത് സ്ത്രീ പ്രാതിനിധ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ സ്ത്രീകൾ പാർലമെൻറ്റിൽ വരേണ്ടത് അതൊരു രാഷ്ട്രീയമായ ആവശ്യമാണ്, അതൊരു രാഷ്ട്രീയ വിഷയമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ ഇത് പറയുമ്പോഴും രാഹുൽ ഗാന്ധിയോട് ഞാനും എൻ്റെ പാർട്ടിയും ഇടതുപക്ഷവും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ശ്രീമതി പ്രിയങ്കയോടും ചോദിക്കാൻ ആഗ്രഹിക്കുക. ആരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഈ രാജ്യത്ത്, നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച്? ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം, മതേതര സംവിധാനങ്ങളെ ആകെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഓരോ പേജും വലിച്ചീറി പാർലമെൻറ്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസമാണോ, അതോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി UDFിലുള്ള പാർട്ടികൾ നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കുന്ന ഇടതുപക്ഷം ആണോ നിങ്ങളുടെ പ്രധാന രാഷ്ട്രീയ എതിരാളി? അല്ല, ഈ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഏറ്റവും വലിയ ശത്രു എന്നുള്ള രാഷ്ട്രീയ ചോദ്യമാണ് എനിക്ക് പ്രിയങ്കയോട് ചോദിക്കാനുള്ളത്. മാം, ഒരു ചോദ്യം കൂടി. ഇനിയിപ്പോൾ എന്തായാലും വയനാട്ടിലേക്കൊരു തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് പാർട്ടിയിൽ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഇനി മത്സര രംഗത്തേക്കുണ്ടോ? അതൊക്കെ ഇന്നലെ വൈകുന്നേരം പറഞ്ഞതല്ലേ ഉള്ളൂ കോൺഗ്രസ്. ഇങ്ങനെ ഒരു തീരുമാനം അവരെടുത്തല്ലോ. ഇനി ഉണ്ടല്ലോ ഇഷ്ടംപോലെ സമയം. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ തലങ്ങളിൽ, സമയങ്ങളിൽ എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതു മുന്നണിയും അക്കാര്യം ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും, എന്തു തന്നെയായാലും എൻ്റെ പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും നിലപാട് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ആ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെ വീക്കൻ ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാവില്ല. എന്തായാലും കൃത്യമായ നിലപാടുകൾ, ഇടതുപക്ഷത്തിൻ്റേതായിട്ടുള്ള നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ അനിരാജ് തന്നെ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. ഇടതുപക്ഷം എപ്പോഴും ഫാസിസ്റ്റുകൾക്കെതിരായ നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അനിരാജ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ക്യാമറാമാൻ സഞ്ജയോടൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.